ശ്രീമതി സോണിയ തിലകൻ നോക്കൂ, ഇപ്പം രേവതി പറഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായപ്പോൾ ഏത് രീതിയിലാണ് പ്രതികരണം വന്നത്? കാരണം ഭീകരമായ സൈബർ അറ്റാക്കിംഗ് നേരിടുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ പോലും സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും വേട്ടക്കാരനൊപ്പം നിൽക്കാമെന്നുള്ളൊരു മനോഭാവം സമൂഹത്തിനുള്ളത്? അതിന്റെ മറുപടി പറയുകയാണെങ്കിൽ ഇപ്പൊ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നൊരു പഴമൊഴിയില്ലേ? അപ്പം നമ്മളൊരു വലിയൊരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സൈബർ അറ്റാക്ക് പോലുള്ളത് പ്രതീക്ഷിക്കണം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ളവരൊക്കെ മുൻപോട്ട് വന്നിരിക്കുന്നത്. അന്ന് ഇത് മാതൃഭൂമി ന്യൂസിലൂടെ ഈ പ്രയാസങ്ങൾ നേരിട്ട് പറഞ്ഞതിന് ശേഷം സോണിയ തിലകൻ എന്ന ആർട്ടിസ്റ്റ് കുറെ പ്രയാസങ്ങൾ നേരിട്ടോ? ഇല്ല, ആദ്യമൊക്കെ എനിക്കൊരു സപ്പോർട്ട് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ പറഞ്ഞതെല്ലാം വളരെ സത്യസന്ധമായിട്ട് പൊതുജനത്തിന് മനസ്സിലായ രീതിയിൽ. അതിനുശേഷം ഒരു പ്ലാൻഡ് അറ്റാക്ക് ഉള്ളതുപോലെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ പിന്മാറുന്ന ഇതില്ല. കാരണം ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി സംസാരിക്കാനല്ല. എൻ്റെ അച്ഛന് നേരിട്ട അനീതികൾ, ഇപ്പം ഇത് പുറത്തു വന്ന സാഹചര്യത്തിൽ എൻ്റെ അച്ഛന് നേരിട്ട അനീതികൾ പറയാനാണ്. അച്ഛൻ തന്നെ ആ ലെറ്ററിൽ, അമ്മ സംഘടനയ്ക്ക് കൊടുത്ത ലെറ്ററിൽ പറയുന്നുണ്ട്, അനീതിക്കെതിരെ ആദ്യം പ്രതികരിക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധർമ്മമാണെന്ന്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ വളർന്ന ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അനീതി കാണുമ്പം ഞാൻ സൈബർ അറ്റാക്ക് പേടിച്ചോ അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ട് തന്നെയാണ് ഇതിൽ വന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാൾക്ക് സൈബർ അറ്റാക്കിനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ആ കമന്റ്സുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം കമന്റുകൾ എന്തുകൊണ്ട് പേര് പറയാൻ തയ്യാറാകുന്നില്ല. ഇനി ആരെയാണ് സംരക്ഷിക്കുന്നത്? തുറന്നു പറയാൻ തയ്യാറായി വന്നെങ്കിൽ എന്തിനാണ് ഈ മറച്ചു വെക്കുന്നത് ചോദ്യങ്ങളുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടി എന്താണ്? അത് വ്യക്തമായില്ല ചോദ്യം. അതായത് ഇപ്പം അന്ന് സോണിയ ഈ പറഞ്ഞപ്പോൾ ഇങ്ങനെ കഥകിൽ വന്ന്, അന്ന് അച്ഛൻ്റെ മരണശേഷം മകളെ എന്ന് വിളിച്ച ഒരു വ്യക്തി വന്ന് കഥകിൽ മുട്ടി എന്നൊക്കെ പറഞ്ഞപ്പം ഈ താഴെ വന്ന കമന്റുകളിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ആളുകൾ ഇപ്പോൾ എന്തിനാണ് ആരെയാണ് ഈ സംരക്ഷിക്കുന്നത്, പേര് പറയാൻ എന്താണ് തടസ്സമെന്നൊക്കെ ചോദിക്കുന്നത്. അവർക്കുള്ള മറുപടി എന്താണ് സോണിയ? അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം കഥകിൽ മുട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ വിഷയമല്ല, അത് മറ്റാരോ പറഞ്ഞ വിഷയമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വിഷയമാണ്. അതുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാൻ പറഞ്ഞത് അച്ഛനോട് മാപ്പ് പറയാൻ വേണ്ടി എന്നെ ബന്ധപ്പെടുകയും അതിലൂടെ ആ സംസാരം ഒരു വഴിതിരിഞ്ഞു പോകുന്നു എന്ന് കണ്ട അവസ്ഥയിൽ തന്നെ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. എനിക്കിപ്പോൾ അവർ വിളിക്കേണ്ടടുത്ത് പോകേണ്ട കാര്യമില്ല. അത് മറ്റുള്ളവരുടെ വിഷയം അങ്ങനെയല്ല. ഇവർ ഈ ഇൻഡസ്ട്രിയിലുള്ളവർ അവർ വിളിക്കുന്നിടത്ത് പോകേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു ഇതിൻ്റെ ഡിസ്കഷൻ ആണെന്ന് പറഞ്ഞാലും അവർക്ക് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ചാൻസ് ഇല്ല. ഇപ്പം എനിക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ സാധിച്ചു. അതെനിക്ക് ആരോടും പറയേണ്ടിയും വന്നില്ല. എനിക്ക് ആ ഒരു ആർജവത്തോടെ എനിക്കത് നിർത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ പേരിനിവിടെ പ്രസക്തിയില്ല. ഞാൻ പറയുന്നത് ആ വിഷയമാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ എൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ വിഷയമാണ്. ഇപ്പം അത് തന്നെ എന്തായാലും ഒരു റീഫോർമേഷൻ്റെ വഴി തുറന്നു എന്ന് തന്നെയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നത്.